എന്തോന്നടേ ഇത് തൂറാറ്റം തൂർന്ന് തീട്ടം കൊണ്ട് ആറാട്ടം പറഞ്ഞില്ലേ കപ്പ് 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 ഈ വേൾഡ് കപ്പ് ഇട്ടേക്കുന്ന ഒരു പ്ലെയറിന് മാത്രമല്ല ഹിസ്റ്ററിയിൽ 470 മുകളിൽ പ്ലേയേഴ്സിന് വേൾഡ് കപ്പ് ഇട്ടിട്ടുണ്ട്. പക്ഷേ യൂസിൽ എന്ന് പറഞ്ഞ ടൂർണമെന്റ് തന്നെ ഡൊമിനേറ്റ് ചെയ്ത് അതിന്റെ ഹിസ്റ്ററിയുടെ ഭാഗമായിട്ട് 5 യൂസിൽ അടിച്ച് എത്ര പ്ലേയേഴ്സിന് കാണിച്ചു തരാൻ പറ്റും? അതെ, 471 കളിക്കാർക്ക് വേൾഡ് കപ്പ് ഉണ്ട്. പക്ഷേ വേൾഡ് കപ്പും യൂസിയിലും കൂടെ ആകെ 80 കളിക്കാർക്കുള്ളൂ. അതിൽ തന്നെ വേൾഡ് കപ്പും യൂസിയിലും ബാലൻഡിയറും ഉള്ളത് വെറും 9 കളിക്കാർക്കാണ്. ഇനി ഇതിന്റെ കൂടെ വേൾഡ് കപ്പും യൂസിയിലും ബാലൻഡിയറും ഗോൾഡൻ ബൂട്ടും കൂടെ ഉള്ളത് വെറും 2 പേർക്ക് മാത്രം. ആ 2 പേരിൽ വേൾഡ് കപ്പ് ഗോൾഡൻ ബോൾ കൂടെ ഉള്ളത് ഒരേ ആൾക്ക് മാത്രമാണ്, സാക്ഷാൽ ലയണൽ മെസ്സി. ഇനി അടുത്തത് 5 യൂസിയിൽ അടിച്ച് എത്ര പേരെ കാണിച്ചു തരാൻ പറ്റും? 5 യൂസിയിൽ അടിച്ച് 20 കളിക്കാരുണ്ട്. ആ 20ൽ 18 കളിക്കാരും റയൽ മാഡ്രിഡിൽ കളിച്ചവരാണ്. അതിൽ തന്നെ 6 യൂസിയിൽ അടിച്ച് 2 പേരുണ്ട് റൊണാൾഡോയുടെ മേലെ തന്നെ. ലോകത്തെ ഏറ്റവും മികച്ച ടീം കളിച്ചാൽ 5 യൂസിയിൽ കിട്ടുമെന്ന മുടന്ന ന്യായം പക്ഷെ തൽക്കാലം ഇവിടെ ആരും പറയുന്നില്ല. പിന്നെ നിലവിലെ അർജന്റീന ടീം എന്ന് പറഞ്ഞാൽ അത് കാലങ്ങളും വർഷങ്ങൾ കൂടുമ്പോൾ ഒരു ക്ലബിന് രാജ്യത്തിന് കിട്ടുമ്പോൾ ഒരു ടീമാണ്, ഒരു പ്രൈം ടീം. ആ പിള്ളേർക്ക് തല്ലാൻ പറഞ്ഞാൽ കൊന്നിട്ടും ഒരു മെസ്സിക്ക് രാജ്യത്തിന് വേണ്ടി ചാവരും. അത്തരത്തിലുള്ള പിള്ളേരെ അടയ്ക്കുന്ന പ്ലേമേക്ക് ആ ക്യാപ്റ്റനെ അമ്മാനെ കെട്ടി കളിക്കാന്ന് പറഞ്ഞാൽ മെസ്സിനെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും സിമ്പിൾ പരിപാടിയാണ്. അല്ലാണ്ട് 10-15 കൊല്ലം ക്യാപ്റ്റന്റെ അമ്മാനും കെട്ടി സ്വന്തം ടീമിനെ നെഞ്ചുറപ്പോടെ മുമ്പിൽ നയിക്കാൻ പറ്റിയ ഒരു ക്യാപ്റ്റൻ ഫുട്ബോൾ ലോകത്ത് മഷി കിട്ടൂല. അവരെ ഒറ്റ പേരുള്ളൂ, ക്രിസ്ത്യാനോ റൊണാൾഡോ. ചരിത്രത്തിലെ ഏറ്റവും തോൽവി അർജന്റീനിയൻ ടീമിനെ തുടരെ വേൾഡ് കപ്പ് ഫൈനലടക്കം 3 മേജർ ടൂർണമെന്റ് ഫൈനലിൽ കയറ്റിയിട്ടും അവസാനത്തെ 3 ഫൈനലിൽ നിന്നും പുറത്തായത് കാരണം സങ്കടപ്പെട്ട് വിരമിച്ച് പടിയിറങ്ങിയ മെസ്സി ഒടുവിൽ സ്വന്തം ടീമിന് വേണ്ടി തിരിച്ചു വന്ന് അയാളുടെ പെരുമാറ്റം കൊണ്ടും ലീഡർഷിപ്പ് കൊണ്ടും ജീവൻ കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന പോരാളികളെ കൂട്ടുപിടിച്ച് നഷ്ടപ്പെട്ട 3 മേജർ ടൂർണമെന്റ് തിരിച്ചു പിടിച്ചതാണ്. ചിലർക്കൊക്കെ കിട്ടാക്കനിയായ വേൾഡ് കപ്പ് അടക്കം. അതും ഓസിന് ഫൈനൽ കളിക്കാതെ വേറെ ആരെങ്കിലും ഗോളിൽ ഔദാര്യം വാങ്ങിയിട്ടല്ല. 3 ടൂർണമെന്റിന്റെയും ടീമിന്റെ ഏറ്റവും മികച്ച കളിക്കാരനായിട്ടും ടോപ്പ് സ്കോററായിട്ടും. ഇനി പറഞ്ഞ പോർച്ചുഗൽ ചെറിയ ടീമാണ്, അർജന്റീന വലിയ ടീമാണ് എന്ന ഈ പോർച്ചുഗൽ ഫാൻസിന്റെ സ്ഥിരം ഇരവാദം 2022 വേൾഡ് കപ്പിന് തൊട്ട് മുന്നുള്ള കണക്കാണ്. അർജന്റീനയുടെ സ്ക്വാഡ് വാല്യൂ വെറും 805 മില്യൺ, പോർച്ചുഗലിന്റേതോ 1 ബില്യണിന് മുകളിൽ. ഇനി സ്ക്വാഡ് വാല്യൂവിൽ കാര്യമില്ലെന്ന് പറയുന്നവർക്ക് വേണ്ടി 2018 വേൾഡ് കപ്പ് സമയം അർജന്റീനയുടെ ലോക റാങ്കിംഗ് 9ാം സ്ഥാനത്താണ്, പോർച്ചുഗലിന്റേതോ 3ാം സ്ഥാനത്ത്. 2022 വേൾഡ് കപ്പിൽ പോർച്ചുഗലിന്റെ സ്ക്വാഡിൽ 20 മേലുള്ള കളിക്കാരും യൂറോപ്പിലെ ടോപ്പ് 5 ലീഗ്സിലെ ഏറ്റവും മികച്ച ടീമുകൾ കളിക്കുന്ന ആൾക്കാരായിരുന്നു. എന്നിട്ടും ഇരവാദം പറയുമ്പോൾ നിങ്ങൾ നാണം കെട്ടുന്നത് റൊണാൾഡോയെ മാത്രമല്ല, ആകെയുള്ള ഒരേ ഒരു മേജർ ടൂർണമെന്റ് ആയ യൂറോയിൽ റൊണാൾഡോടൊപ്പം ടോപ്പ് സ്കോറായ നാനിയെയും കാലം ഒയ്യാതെ ഫൈനൽ കളിക്കാതെ പോയപ്പോൾ അത് നിങ്ങൾക്ക് വേണ്ടി ഒരേ ഒരു ഗോൾ അടിച്ച ട്രോഫി നേടിക്കൊടുത്ത എഡർനെയും കൂടെയാണ്. എന്നതാ ഇനി അവസാനത്തെ ന്യായീകരണം കൂടെ കേൾക്കാം. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ക്രിസ്ത്യാനോ റയലിൽ കളിക്കുന്ന സമയത്ത് 101 തവണയാണ് ക്യാപ്റ്റന്റെ അമ്മാനെ ഇട്ടേക്കുന്നത്. ആ 101 തവണ ക്രിസ്ത്യാനോ അൺബീറ്റണം, തൊടാൻ പറ്റിയിട്ടില്ല ഒരുത്തം. അപ്പൊ അത്ര മെന്റാലിറ്റി ഒരു ക്യാപ്റ്റന്റെ കീഴിൽ ഇതുപോലത്തെ ഒരു പ്രൈം ടീമും കൂടി കിട്ടിയിരുന്നുണ്ടല്ലോ, നിങ്ങളിപ്പോ കൊണ്ടുവരുന്ന കപ്പുണ്ടല്ലോ വേൾഡ് കപ്പ്, അത് ഈ 5 പ്രാവശ്യത്തിന്റെ ഇടയ്ക്ക് 2 പ്രാവശ്യം പോർച്ചുഗലിൽ ശരിക്കും കുത്തിയിരുന്നേ. അടിപൊളി. 101 മത്സരം ക്യാപ്റ്റനായി ഒരു കളി പോലും തോൽക്കാത്ത ക്യാപ്റ്റൻ എവിടുന്ന് അതൊക്കെ കിട്ടുന്നതാവും. 2010 മുന്നേ ജനിച്ചവർക്കെങ്കിലും അറിയട്ടോ, ഒരു സീസൺ പോലും റൊണാൾഡോ റയലിന്റെ മെയിൻ ക്യാപ്റ്റനായിട്ട് കളിച്ചിട്ടില്ല. റാമോസ് ആയിരുന്നു മെയിൻ ക്യാപ്റ്റൻ, സെക്കൻഡ് ക്യാപ്റ്റൻ മാർസലോ. ഈ 2 കളിക്കാരും പരിക്ക് പറ്റി കളിക്കാതിരുന്നത് മാത്രമായിരുന്നു റൊണാൾഡോ റയൽ മാഡ്രിഡിന്റെ ക്യാപ്റ്റനായിരുന്നത്. വെറും 10ൽ കുറവ് മത്സരം മാത്രമേ അദ്ദേഹം ക്യാപ്റ്റനെ കളിച്ചിട്ടുള്ളൂ എന്ന മാർക്ക മാഗസിന്റെ പ്രൂഫ് കൂടെ ചേർക്കുന്നു. സാക്ഷാൽ റാമോസ് പോലും വെറും 260ൽ താഴെ മത്സരങ്ങളെ ക്യാപ്റ്റനായിട്ടുള്ളൂ റയൽ മാഡ്രിഡിന് വേണ്ടി എന്ന സമയത്താണ് ഈ 101 മത്സരം റൊണാൾഡോ ക്യാപ്റ്റനായി എന്ന് പറയുന്നത്. അപ്പൊ ഈ പറഞ്ഞ വാദങ്ങളൊക്കെ പൊളിഞ്ഞിരിക്കുന്നു. അപ്പൊ അടുത്ത ക്യാപ്സിൽ ഇറക്കുമ്പോൾ അതിന് മറുപടിയായി കാണാം.